السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്. അതെ, അവസാനം പറഞ്ഞത് ഒന്ന് കൂടി. ഹൈസു ഹറുമ അലൈഹി സഫറു ഹുന ലം യതറഖസ് മാ ലം തഫ്ദൽ ജുമഅ. അപ്പോ ചില ഗ്രൂപ്പുകൾ ഉംറക്കും മറ്റും കൊണ്ടുപോകുമ്പോൾ വെള്ളിയാഴ്ച തന്നെ പുറപ്പെടണം എന്ന് പറയുന്നു. അവിടെ ജുമഅ കിട്ടൂല, ജമ്മും കസറും അവിടെ നടക്കുകയും ചെയ്യും. ചിലപ്പോൾ ജുമാനെ അസറിന്റെ സമയത്തൊക്കെ ആക്കിയിട്ട് ആ സമയത്തൊക്കെ ഇത് ബാധകമാണ് ഉസ്താദെ. അതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ, എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഫയഹ്സബു ഇബ്തിദാ സഫരിഹി മിൻ വഖ്തി ഫൗഖിഹ എന്ന് പറഞ്ഞാൽ ഏത് സമയം മുതൽ ഉസ്താദെ അത് എന്നും കൂടി ഒരു വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. എന്താപ്പ അവിടെ ഒന്ന് വിശദീകരിക്കാൻ ആരുമില്ല. അത് വാദിഹായ മസലല്ലേ. വാദിഹായ മസലകൾ പിന്നെ ഒന്ന് വിശദീകരിക്കണം എന്ന് അറിയണ എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഇനി ജുമാ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ 2 ഖുതുബ ഓതി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ജുമാന്റെ വഖത്തിൽ നിന്ന് ബാക്കിയാവാതെ ആവുന്ന സമയത്താണ് ഈ ജുമായെ തൊട്ട് ഇസ് വരിക. അവിടെ മുതൽക്ക് യാത്ര തുടങ്ങിയവനായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അതാണ് മുഅത്തമദായ ഖൗല്. ഇനി വേറെ അതിനൊരു തഫ്സീർ ഹാശിയക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്നെ ഒരു തീർത്ത് പറഞ്ഞേക്കല്ല, ഒരു ചോദ്യചിഹ്നം കൊണ്ട് പറഞ്ഞ. അതായത് ഇന്ന് ഇനി ജുമാക്ക് ഇവിടെ നിന്നാണ് തിരിച്ചു പോയാല് നാട്ടിൽ പോയാൽ കിട്ടൂല, ലക്ഷ്യസ്ഥാനത്തൊട്ട് എത്തൂല എന്ന് ബോധ്യപ്പെട്ടോടെ മുതൽക്ക് പരിഗണിക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറഞ്ഞത്. ഒരു ചെറിയ തോതിൽ 2 ഖുതുബ നിർവഹിച്ച് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം തികച്ചും ബാക്കി ഇല്ലാതാവുമ്പോഴേ ജുമയെ തൊട്ടുള്ള ഇസ് ഇന്ന് ജുമ എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പ് വരുള്ളൂ. അവിടെ മുതൽക്കേ റുഖ്സ എടുക്കാൻ, ജമ്മു ഖസർ തുടങ്ങിയ റുഖ്സ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതുവരെ മാസിയത്തിന്റെ സഫറാണ്, അവിടെ റുഖ്സൊന്നും ബാധകല്ല. ഇന്ന് ജുമാ കിട്ടൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ മാസിയത്ത് എന്ന് പറയുന്ന വകുപ്പ് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ആവാം, അത് ജമ്മായാലും ഖസറായാലും ഒക്കെ അങ്ങനെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ മുബാറക്. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണ പ്രത്യേകിച്ച് ഇപ്പൊ അലയിലൊക്കെ പള്ളികളിൽ ചെറിയൊരു ഉറുമ്പുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ പലർക്കും അലർജിയൊക്കെ ഉണ്ടാക്കുന്ന ഉറുമ്പാണ്. അപ്പൊ സുജൂദിന്റെ സ്ഥാനത്ത് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ, വിഷജീവികൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോ റുക്കുവിന് പോകുന്ന കാലിൽ ചൊല്ലുണ്ടാക്കി ചൊല്ലിക്കഴിഞ്ഞിട്ട് സുജൂദ് പിന്തിക്കാമോ? അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്? അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് ഇറങ്ങി നിന്നിട്ട് സുജൂദ് മാറ്റി ചെയ്യാമോ? ഇതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം നല്ലോണ്ട്, പക്ഷേ വ്യക്തമാണില്ല. ചോദ്യം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ഞങ്ങളെ മൈക്കിന് മുമ്പൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ എന്തോ ആ മൈക്കിന് എന്തോ ചെറിയ അസൗകര്യമുണ്ട്. ചോദ്യം ഒരു പരപരപ്പുള്ളത് കൊണ്ട് വ്യക്തമായി മനസ്സിലാകുന്നില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. 1-2 ചോദ്യമുണ്ട്. പിന്നെ ഒരു ചോദ്യം ഉസ്താദ്, നമ്മൾ ഇപ്പോൾ സുജൂദ് പോകുന്ന സമയത്ത്, അതായത് ചിലപ്പോൾ പെട്ടെന്ന് സുജൂദ് പോയി കഴിഞ്ഞാൽ, സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നെറ്റി നിലത്ത് കൊണ്ടിട്ട് ഒന്ന് പൊന്തിപ്പോരും. അപ്പോൾ രണ്ടാമത് നമ്മൾ നെറ്റി വെച്ച് കഴിഞ്ഞാൽ അത് 2 സുജൂദ് ആയിക്കൊണ്ട് നിസ്കാരം പരിഗണിച്ചുകൊണ്ട് അത് നിസ്കാരം ബാത്തിലായി പോകും. എന്താ അവിടെ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം. ഈ കല്ലേരിന്റെ ഓരോ റിസ്കാൽ നോക്കിയാ നിങ്ങൾ എന്താ പിന്നെ ആരെ ബേക്കിന്ന് പിടിച്ചു ഉന്തിയതാ കല്ലേരിയ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് നിലത്ത് മുട്ടിയിട്ട് തല അങ്ങോട്ട് പൊന്തിയിട്ട് രണ്ടാമത് അങ്ങോട്ട് തന്നെ എന്താ അത് ഫുട്ബോളാറ്റ് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കാലം വരെ. അങ്ങനെ തലയാണ് കൊണ്ടുപോയി ഇടലാക്കിപ്പെട്ട് ഇട്ടാ തന്നെ ഇപ്പൊ റബ്ബർ പന്ത് പൊന്തും പോലെ അങ്ങോട്ട് പൊന്തുവോ? അള്ളാഹു റസൂലുമായാലും ഇവന്റെ ഇഖ്തിയാർ കൊണ്ട് നെറ്റി വെച്ചതിന് ശേഷം ഇഖ്തിയാർ കൊണ്ട് പൊന്തിയാൽ രണ്ടാമത്തെ സുജൂദായിട്ട് എണ്ണപ്പെടും. അതേ സമയത്ത് ഇവന്റെ ഇഖ്തിയാർ കൊണ്ടല്ലാതെ ഉദാഹരണമാണ് മുട്ടിയിട്ട് തന്നെ അങ്ങോട്ട് പൊന്തിയിട്ടാണ് താന്ന ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇഖ്തിയാരിയായ പ്രവൃത്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ സ്വയം മനഃപൂർവമുള്ള പ്രവൃത്തി കൊണ്ടാണെങ്കിൽ നെറ്റി നിരത്ത് വെച്ചതിന് ശേഷം 240 പോണം. എന്നാലേ ഇപ്പൊ അങ്ങനെയൊക്കെ മുട്ടിയിട്ട് മേപ്പെട്ടിട്ട് പൊന്തിയിട്ട് കീപ്പെട്ട് വെക്കണേ അവസ്ഥയൊക്കെ വരുള്ളൂ. അങ്ങനെ ഓന്റെ സ്വയം ഇഖ്തിയാർ കൊണ്ടിട്ടാണെങ്കിൽ അത് രണ്ടായി തന്നെ പരിഗണിക്കപ്പെടും. സ്വയം ഇഖ്തിയാർ കൊണ്ടല്ലെങ്കിൽ മഅ്ദൂറാണ്. പക്ഷെ അങ്ങനെ പ്രായോഗികമായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ വരുമോന്ന്. വെള്ളം ഒച്ചയും പോയേക്ക. നേരത്തെ ശബ്ദം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ചെലപ്പ് ഉള്ളത് കൊണ്ട് തിരിയായി. ഇപ്പൊ തീരെ ശബ്ദമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ 30 ദിവസത്തെ നോമ്പ് നമ്മൾ ഒന്നിച്ച് നിയ്യത്ത് വെക്കാൻ പറ്റുമോ എന്നാണ്. നമ്മുടെ ഷാഫി മദ്ഹബില് അത് പറ്റുമോ അല്ല ഓരോ ദിവസവും വെവ്വേറെ നിയ്യത്ത് വെക്കണോ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷാഫി മദ്ഹബ് അനുസരിച്ച് 30 ദിവസത്തെ നോമ്പും കൂടി ഒന്നിച്ചു നോക്കാൻ കരുതി എന്ന് പറ്റയല്ല. പക്ഷെ ഒരു ദിവസത്തിനേ ആ നോമ്പ് കിട്ടുള്ളൂ. ഒന്നിൻ്റെ അന്ന് ഒരാൾ നിയ്യത്ത് ചെയ്യാണ്. ഈ കൊല്ലത്തെ ഫർളാക്കപ്പെട്ട റമദാൻ മാസത്തിലെ 30 നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചാൽ തെറ്റില്ല. അന്നത്തെ നോമ്പിന് അത് മതി. പിറ്റേന്നത്തെ നോമ്പിന് പിറ്റേന്ന് രാത്രി വേറെ നിയ്യത്ത് വെക്കണം. പക്ഷെ നല്ലത് എന്താണെന്ന് വെച്ചാൽ നല്ലത് ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കലെന്നെ. ഷാഫി മദ്ഹബാ പറയണത് ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കലാണ് നല്ലത്. അതേ സമയത്ത് ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ 30 ദിവസം നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റു വീട്ടാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചാൽ നിയ്യത്തിന് കുഴപ്പമില്ല, സഹിയാവും. അന്നത്തെ ഒരു ദിവസം നോമ്പിന് അത് പറ്റുകയും ചെയ്യും. രണ്ടാം ദിവസം നോമ്പിന് നിയ്യത്ത് വേറെ വെക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ക്ലാസ് തുടക്കത്തിൽ എത്തിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ക്ലാസ് കേട്ടിട്ടുണ്ട്, ആ ഭാഗത്ത് കേട്ടിട്ടില്ല. ഉസ്താദ് ഒരു മസല കേൾക്കാറുണ്ട്. അതായത് ജുമാ നിസ്കാരത്തിന് ഇപ്പോൾ ഒരു റക്അത്ത് ഇമാമിൻ്റോട് ജുമാ കിട്ടിയ ആളോട് തുടർന്ന ആൾക്ക് പിന്നെ ജുമാ കിട്ടും എന്നുള്ളത്. അതായത് ഒരു റക്അത്ത് ഇമാമിൻ്റോട് കൂടി കിട്ടിയാൽ രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ കിട്ടും എന്നുള്ളത് ഒരു മസല കേൾക്കാറുണ്ട്. അപ്പോൾ ഉസ്താദ് സംശയം, ഇപ്പോൾ ഒരാള് ഇപ്പോൾ ഇമാമ സലാം വീട്ടാൻ ഇരിക്കുകയാണ്, അത്തഹിയ്യാത്തിൽ ഇങ്ങനെ സലാം വീട്ടാനിരിക്കുകയാണ്. അപ്പോൾ ഇവൻ കണ്ടിട്ടുണ്ട് ഒരാള് വന്നിട്ട് ഇമാമിനെ തുടർന്ന് ഒരു റക്അത്ത് കിട്ടിയ ഒരാൾ. അപ്പൊ ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ ഇവരെ തുടർന്നാൽ ഇദ്ദേഹത്തിന് പിന്നെ ജുമുഅ കിട്ടും. അതല്ല ഇമാമിനെ തുടർന്നാൽ ജുമുഅ കിട്ടൂല, പിന്നെ 4 പിന്നെ നിസ്കരിക്കേണ്ടി വരും. അപ്പോ അതാണ് ഒരു സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ പിന്തിപ്പിക്കാൻ പറ്റുമോ ഈ മസ്ബൂക്കിനെ തുടരാൻ വേണ്ടിയിട്ട്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതൊക്കെ വിശദമായി ഇന്നാള് പറഞ്ഞു പോയതാ, ഇന്നും ഓതിയല്ല. അത് കുറെ ദിവസം മുമ്പ് മസ്ബൂഖിനെ തുടരുന്ന വിഷയം ജുമാന്റെ ബാബിൽ പ്രത്യേകം പറഞ്ഞു.
അതിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ത്വരീഖ് വേറെയും അതുപോലെ തന്നെ ഇമാം റംലി തങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം ഉൾപ്പെടെയുള്ളവരുടെ ത്വരീഖ് വേറെയും ഒക്കെ വിശദമായി മുമ്പ് പറഞ്ഞു പോയതാ. ഇനി ചുരുക്കി പറയാം. ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി നിസ്കാരം പൂർത്തിയാക്കിയാൽ ജുമാ കിട്ടും, അതിലാർക്കും തർക്കമില്ല. അതായത് ഔദ്യോഗിക ജുമാ നടക്കുന്നിടത്ത് ഒരാൾ എത്തിപ്പെട്ടത് 2ാം റക്അത്തിലാണ്. ആ 2ാം റക്അത്തിൽ ഇമാമിനോട് തുടർന്ന് ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി, അവൻ എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി, അവന് ജുമാ കിട്ടും. അത് ഓക്കെ. ഇനി ഈ മസ്ബൂക്കിനെ തുടർന്നാൽ അയാൾക്ക് ജുമാ കിട്ടുമോ ഇല്ലേ? അതൊരു ഖിലാഫുള്ള തർക്കമുള്ള മസ്അലയാണ്. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജുമാ കിട്ടും. ഖറാഅത്ത് ഉണ്ടെങ്കിൽ പോലും ജുമാ കിട്ടും. അപ്പൊ ഒരു ഫർളായ ജുമാ കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണല്ലോ. അതായത് ഈ മസ്ബൂക്ക് എഴുന്നേറ്റ് ഇനി ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ പുതിയ ഒരാൾ കയറി വന്നു, അയാളോട് തുടർന്നു. അങ്ങനെ ഒരു റക്അത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിച്ചു. അദ്ദേഹം സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റ് ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ ഇയാൾക്കും ജുമാ കിട്ടും എന്നതാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി മുഅ്തമദാക്കിയ അഭിപ്രായം. അത് ഇങ്ങനെ തുടരൽ മസ്ബൂക്കിനോട് തുടരൽ ഖറാഅത്തുണ്ട്, എന്നാൽ പോലും ഫർളായ ജുമാ കിട്ടും. അങ്ങനെ ആ കൗലെടുത്തുകൊണ്ട് കല്ലേരി ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ വന്നപ്പോ കുറച്ചാൾ മസ്ബൂഖിങ്ങൾ ഉണ്ട് എന്ന് ഇയാൾക്കറിയാം. അതോടുകൂടി ഇമാം ഒടൂൽ അത്തഹിയ്യാത്തിലാണ് താനും. എന്നാൽ ഒടൂൽ അത്തഹിയ്യാത്തിൽ തുടർന്ന് അയാൾക്ക് ജുമാ കിട്ടൂല, ദുഹർ നിസ്കരിക്കേണ്ടി വരും. അതേ സമയത്ത് ഇമാമ് അല്പസമയം കഴിഞ്ഞാൽ സലാം വീട്ടും. സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് മസ്ബൂക്ക് നിസ്കരിക്കുമ്പോൾ റക്അത്ത് അദ്ദേഹത്തിന്റെ കൂടെ കിട്ടും, അപ്പൊ ജുമാ കിട്ടുമല്ലോ എന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് ഇമാമിനോട് തുടരാതെ ഇമാം സലാം വീട്ടിയതിന് ശേഷം പൂർത്തിയാക്കാൻ വേണ്ടി മസ്ബൂഖീങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അയാളോട് തുടർന്ന് ഒരു റക്അത്ത് അദ്ദേഹത്തിന്റെ കൂടെ കിട്ടി, ബാക്കി എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിച്ച് ജുമാ ലഭിക്കുന്ന രീതി ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യാം. പക്ഷേ ഇമാം റംലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ പിതാവാവുന്ന വലിയ റംലി, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം തുടങ്ങിയവരൊക്കെ പറഞ്ഞത് ആ തുടർച്ച തന്നെ സഹിയാവുകയില്ല എന്ന. മസ്ബൂഖിനെ തുടരൽ കറാഹത്താണ് എന്ന മസ്അലയല്ല. ജുമാ അല്ലാത്തതിൽ ആ കറാഹത്ത് എന്ന് പറഞ്ഞ നിയമം വരുള്ളൂ. അല്ലാത്തോടത്ത് ഇമാമിനോട് ഒരു റക്അത്ത് കിട്ടിയ ആൾക്ക് ജുമാ കിട്ടും, ആ മസ്ബൂഖിനോട് തുടർന്നവർക്ക് നിസ്കാരം തന്നെ സഹിയാവൂല എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. അപ്പൊ ഷാഫി മദ്ഹബിൽ ഖിലാഫുള്ള വിഷയമാണ്. നമ്മൾ കേരളക്കാര് പൊതുവെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കൗലിനാണല്ലോ മുൻഗണന കൊടുക്കുന്നത്. ആ നിലക്ക് നമുക്ക് അതനുസരിച്ച് അമൽ ചെയ്യാം. മസ്ബൂഖിനെ തുടർന്നാൽ ജുമാ കിട്ടും എന്ന കൗലനുസരിച്ച് ഇമാമിനോട് തുടരാതെ മസ്ബൂഖ് എഴുന്നേൽക്കുമ്പോൾ അയാളെ തുടർന്ന് പിന്നീട് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതിയാവുന്നതാണ്. വിചാരിക്കുന്നു. ഞാനിന്ന് ഉപയോഗിക്കുന്നത് അതെ ഞാൻ ചോദിച്ചത്, സുജൂദിലേക്ക്, അതായത് നമസ്കാരത്തിൽ സുജൂദിലേക്ക് പോകേണ്ട സമയത്ത് സുജൂദിന്റെ ഭാഗത്ത് അതായത് പ്രാണികളോ അല്ലെങ്കിൽ ഇപ്പോൾ അലയിലൊക്കെ ഉള്ള പോലെ ചില ഉറുമ്പുകളുണ്ട്, കടിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന ഉറുമ്പുകൾ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സുജൂദിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തിദാല് കഴിഞ്ഞിട്ട് സുജൂദിലേക്ക് പോക്ക് അതല്ല പുറയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് സുജൂദ് മാറ്റി ചെയ്യാൻ പറ്റും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പൊ വളരെ ക്ലിയറായി, മാഷാ അല്ലാഹ്. ആദ്യം ചിലപ്പോ പെരവരപ്പേനി, പിന്നെ തീരെ ഇല്ലാതായി, ഇപ്പൊ പണ്ടത്തതുപോലെ. ഇപ്പൊ പണ്ട് എങ്ങനെയാണ്? പണ്ട് നല്ല ഉഷാറിന്റെ നിങ്ങളെ മൈക്ക്, ഇപ്പം അൽഹംദുലില്ലാ ഇപ്പൊ ഒക്കെ കുഴപ്പമില്ല, നല്ല റാഹത്താ. അപ്പോ സഫിൽ ഇത്തിദാലില് അല്ലെങ്കിൽ റുക്കൂയിൽ കണ്ടു സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഉപദ്രവകാരിയായ അല്ലെങ്കിൽ വിഷമകരമാവുന്ന വല്ല വസ്തുവുണ്ട്, എന്നാൽ അവിടെ
ഈത്തിദാല് അമിതമായി നീട്ടി താമസിപ്പിക്കാൻ പറ്റൂല. അതിനെക്കാട്ടിലും നല്ലത് അല്പം കീപ്പോട്ട് ഇറങ്ങി നിന്ന് സുജൂദ് മാറ്റി ചെയ്യുന്നതാണ്. ഇനി അമിതമാകാതെ ഈത്തിദാല് കുറച്ച് നീട്ടി കാത്തു നിന്നാൽ അത് പോവുമെങ്കിൽ അതിനും കുഴപ്പമില്ല. അമിതമാക്കി ഈത്തിദാലിന് നീട്ടാൻ പാടില്ല. അമിതമാകാത്ത നിരക്ക് നീട്ടുകയോ അതല്ലെങ്കിൽ അല്പം കീപ്പോട്ട് മാറി നിന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. രണ്ടായാലും കുഴപ്പമില്ല. ഈത്തിദാല് പക്ഷെ അമിതമായി നീട്ടാൻ പാടില്ല എന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ കിതാബ് പറഞ്ഞ് സഫ് ഉസ്താദുമാര് പോലെയുള്ള അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കൽ കറാഹത്താണെന്ന് പറഞ്ഞു. സാധാരണ ദർസുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉസ്താദുമാരൊക്കെ സഫിൽ വന്നാൽ അവർ രണ്ടാം സഫിൽ നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് അവിടെ മനസ്സുറക്കൂല, അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി കൊടുത്തു. അത് ഇമാമത്ത് നിന്ന് മാറിയിട്ട് മഅ്മൂമായി നിന്ന് സ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ വിഷയത്തിൽ? അല്ല പിന്നെ അങ്ങനെ ചെയ്യുന്നത് കറാഹത്ത് എന്ന് പറയാനാണെങ്കിൽ ഇതിന് ബാധിക്കൂലേ? അതായിരുന്നു എൻ്റെ വിഷയം ആയിട്ട് അറിഞ്ഞാൽ. വലൈക്കും അസ്സലാം. നല്ലൊരു ചോദ്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നിസ്കാരം ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം രോഗശമനം കണ്ടപ്പോ പുറപ്പെട്ടു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നിലേക്ക് മാറി നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ തുടർന്ന് നിസ്കരിച്ചു എന്ന് പറയുന്നത് ഉസ്താദ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ അഫ്ളലായ സ്ഥലം ഉസ്താദിനെ കാണുമ്പോൾ മാറിക്കൊടുക്കാം എന്നതിന് തെളിവല്ല. കാരണം എന്താ വെച്ചാല് അത് രണ്ടും രണ്ടാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഔദ്യോഗിക ഇമാം. മനസ്സിലായോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നായിബാണ്. ഔദ്യോഗിക ഇമാമ് വരുമ്പോൾ നായിബിന് സ്ഥാനമില്ല. ഇപ്പൊ എ പി ഉസ്താദ് നാട്ടിലില്ലാത്തത് കൊണ്ടാണല്ലോ റമദാൻ മാസം കണ്ട സമയത്ത് നായിബ് ഖാദിയാണ് മാസം ഉറപ്പിച്ചത്. അതിപ്പോ ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ നായിബ് ഖാദിക്ക് ഉറപ്പിക്കാൻ അധികാരമില്ലല്ലോ. എന്നതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നായിബ് ഇമാമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകരക്കാരനായി നിന്നതാണ്. അപ്പൊ ഒറിജിനൽ വരുമ്പോൾ പകരക്കാരന് പ്രസക്തി ഇല്ലാതെ പോകുന്നു. മനസ്സിലായില്ലേ? ഒറിജിനൽ ഇമാമ് വരുമ്പോൾ പകരക്കാരന് പ്രസക്തി ഇല്ലാതെ വരുന്നു. തന്നെയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റൊരാൾക്ക് ഇമാമായി നിൽക്കാൻ ഇസ്ലാമിൽ അർഹതയില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മാറിക്കൊടുത്തു എന്നുള്ളൂ. അസ്ലി വരുമ്പം നായിബിന് എത്തിബാറില്ല എന്നതാണ് അവിടത്തെ. ഇവിടെ അതല്ല. ഇവിടെ തനിക്ക് താൻ നേരത്തെ വന്നപ്പോ ഇമാമിന്റെ അടുത്ത് സ്ഥലം കിട്ടി, അതല്ലെങ്കിൽ ഒന്നാം സഫിൽ സ്ഥലം കിട്ടി. തന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട വാപ്പ അല്ലെങ്കിൽ നാട്ടിലെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സയ്യിദന്മാരിൽപ്പെട്ട ഒരു സയ്യിദ് അവര് വന്നപ്പോ ഇത് ഉഖ്റവിയായ ഒരു ദറജയുമായി ബന്ധപ്പെട്ട ഒരു ഖുർബത്തായതുകൊണ്ട് ഈ ഖുർബത്ത് കൊണ്ട് ഈസാർ ചെയ്യാൻ പാടില്ല. അതിന് നേരത്തെ പറഞ്ഞ എതിരല്ല. കാരണം എന്ന് വെച്ചാൽ അത് അസ്ല് ഇമാമും നായിബ് ഇമാമും തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇമാമ് നിൽക്കാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അള്ളാഹു തആല അങ്ങനെ ചെയ്യും എന്ന് ഹദീസിലുണ്ട്. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇമാം വന്നു ഒരു യാത്രാവേളയിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം താമസിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടതനുസരിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നിന്നു.
അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വാഭാവികമായും പിന്നോട്ട് മാറാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിന്ന് നിസ്കരിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു നിന്ന് നിസ്കരിച്ചു, പൂർത്തിയാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരു നബിയും തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട സ്വാലിഹായ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരു സ്വാലിഹായ വ്യക്തിയുടെ പിന്നിൽ തുടർന്ന് ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടല്ലാതെ മരിക്കാൻ ഇടവരില്ല. അപ്പൊ എല്ലാ നബിമാർക്കും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ഒരു സന്ദർഭം കൊടുക്കും ഒന്ന് മൗമൂമായി നിസ്കരിക്കാൻ. മറ്റേ അങ്ങനെയുമാണല്ലോ ഒരു സുന്നത്ത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അതൊരു പ്രത്യേക നിലക്ക്, അതായത് ഒരു നബിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹായ ഒരാളോട് തുടർന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വരും എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ മാത്രം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആർക്കും ഇല്ല. അപ്പൊ നബി തങ്ങളുടെ മുന്നിൽ ഇമാം വെക്കാൻ വേറെ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങളോട് ചോദിച്ചല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ നമുക്ക് അറിയണ മശൂറാണ്, അവിടെ നിന്ന് തുടർന്ന് നിസ്കരിക്കാൻ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും നിസ്കരിക്കാഞ്ഞ് മാറിയത് എന്ന് ചോദിച്ചപ്പം എന്ത് പറയും, ആ കാനലി അബീ ഖുഹാഫ അൻ യതഖദ്ദമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലാവുന്ന ഹബീബിന്റെ മുന്നിൽ നിൽക്കാൻ അബൂ ഖുഹാഫന്റെ മകന് അർഹതയില്ല എന്ന് പറഞ്ഞ് അദബ് കാണിച്ചു എന്നല്ലാതെ നായിബ് ഇമാമിന് അസ്ലി ഇമാമിന്റെ മേൽ അധികാരമില്ല. അസ്ലി ഇമാം ഇല്ലാത്തപ്പോഴേ നായിബ് ഇമാമാവുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് വിഷയമായിട്ടൊരു ചോദ്യം ഉണ്ടാകുന്ന ക്ഷമിക്കണം, പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതായത് ഇപ്പോ ഈ കറാഹത്താണ് പിന്നെ എന്ന് ഉസ്താദ് പറഞ്ഞു, ശരി തന്നെ. പക്ഷെങ്കിൽ അത് ഈ അദബ് കൊണ്ട് ഈ കറാഹത്തിനെ മുൻകടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉസ്താദെ. പ്രത്യേകിച്ച് നമ്മൾ കാര്യമായിട്ട് ബഹുമാനിക്കേണ്ട ഒരാൾ ഇപ്പോൾ നമ്മുടെ പിന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ കറാഹത്താണെങ്കിലും അദബ് കൊണ്ട് അതിനെ മുൻകടക്കാവോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ നിസ്കരിക്കും കാര്യമായിട്ട് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു തങ്ങളിപ്പാപ്പ വന്നിട്ട് അല്ലെങ്കിൽ ഉസ്താദ് വന്നിട്ട് പേർക്ക് നിൽക്കുന്ന സമയത്ത് അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹറാമൊന്നുമില്ല, തഹരീമിന്റെ കറാത്തും ഇല്ല, തൻസീഹിന്റെ കറാത്താണ്. ഉത്തമമല്ല എന്നുള്ള ഒരവസ്ഥയാണ് അതിൽ വരുന്നത്. അത് ഈസാറ് എന്ന നിലക്ക് ഉത്തമമല്ല, വേറെ നിലക്ക് അയാളെ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതിനൊക്കെ പുണ്യം കിട്ടുകയും ചെയ്യും. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. അത് കൂലിയിട്ടുന്ന കാര്യമാണ്, അത് കിട്ടിയെന്ന് വരും. പക്ഷേ ഇബാദത്ത് കൊണ്ട് ഖുർബത്ത് കൊണ്ട് ഈസാർ ചെയ്യുക എന്ന് പറയുന്നത് കറാഹത്താണ്. സ്വഹാബത്തൊക്കെ അങ്ങനെ വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഒരു പിതാവും മകനും ബദർ യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടാളൊരാൾക്ക് ചാൻസ് കിട്ടിയപ്പം മകനോട് വാപ്പ പറഞ്ഞു, മോനെ നമുക്ക് രണ്ടാ കൂടി എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം തരൂല, രണ്ടാ കൂടി എന്തായാലും സമ്മതം തരൂല. അപ്പൊ എന്റെ മോന് ഇതിലൊന്ന് മാറിന്ന് ഈ ഉപ്പാക്ക് ഒരു ചാൻസ് തരണം എന്ന് മകനോട് വാപ്പ അപേക്ഷിക്കുകയാണ്. രണ്ടാണും മഹാന്മാരായ 2 സഹാബാക്കൾ. അപ്പൊ പറഞ്ഞു, വാപ്പ എന്റെ വാപ്പ എന്ന നിലക്ക് എന്റെ ജീവൻ കൊടുത്തും എന്റെ വാപ്പയെ ഞാൻ സംരക്ഷിക്കും, അത്ര എന്റെ ജീവനേക്കാൾ ഞാൻ എന്റെ വാപ്പയെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആഖിറത്തിലെ കാര്യമായതുകൊണ്ട് അത് തരാൻ പറ്റൂല. ഞങ്ങള് ആഖിറത്തിലെ ദർജന്റെ കാര്യമായതുകൊണ്ട് അത് തരാൻ പറ്റൂല, ബാക്കിയൊക്കെ എന്തും ആവാം, വാപ്പക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, വാപ്പയെ ഞാൻ എത്രയും എന്റെ ജീവനേക്കാൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട വാപ്പ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, ഷഹീദായി കിട്ടുന്നുള്ള പൂതിയോട് കൂടിയാണ് പോകുന്നത്. അതിപ്പോ ഞാന് വാപ്പാനെ ഈസാർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. വാപ്പ മറുത്തൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതാണ് അതിന്റെ അവസ്ഥ. ആഖിറത്തിലെ ദർജയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഈസാറിന്റെ അവസ്ഥ അതാണ്. ഉസ്താദ് മനസ്സിലായി. ഉസ്താദ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ ഇപ്പോൾ മൈക്കെടുത്ത് നമ്മുടെ ക്ലാസ് റൂമിലെ പ്രത്യേക ഒരു
ID കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവർക്കൊരു ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ PM അടിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കേൾക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്നു. ഉസ്താദെ, അത് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ത്രീകൾ പിന്നെ റമദാനിൽ പ്രത്യേകിച്ച് ഖുർആൻ പെട്ടെന്ന് ഓതി തീർക്കണം എന്നാണല്ലോ ഉസ്താദുമാർ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ സാധാരണ ഖുർആൻ ഓതുന്ന സമയത്ത് ഈ പിന്നെ വീട്ടിലുണ്ടാകുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവർക്ക് മറക്കാത്ത ഡ്രസ്സാണ്. ആ ഡ്രസ്സിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഈ പിന്നെ സഹബിന്റെ പിന്നെ സുജൂദ് ചെയ്യുന്നത്, അതായത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ ശരിയാകുമോ എന്നുള്ളതാണ്. അതല്ല സുജൂദ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പൂർണ്ണമായിട്ട് മറക്കണോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നല്ല ചോദ്യം. സ്ത്രീകൾ അന്യപുരുഷന്മാരില്ലാത്ത വീട്ടിൽ മഹറമാവുന്ന ഭർത്താവോ ആങ്ങളമാരോ അതല്ലെങ്കിൽ എളാപ്പയെ തുടങ്ങിയ തൊട്ടാവുന്ന മുറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീരെ പുരുഷന്മാരില്ലാത്തവർത്താണെങ്കിൽ മുട്ടുപൊക്കളുടെ മറക്കലേ നിർബന്ധമുള്ളൂ. ആ സാഹചര്യത്തിൽ തന്നെ അവർക്ക് ഖുർആൻ ഓതുകയും ചെയ്യാം. ഖുർആൻ ഓതുമ്പം അവർക്ക് മറക്കണം എന്ന് പറഞ്ഞത് അന്യ ആളുകൾ ഉണ്ടെങ്കിൽ ശരീരം മുഴുവനും മറക്കുക, മഹറമുകളാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ, ഇനി ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പൊ അവിടെ മുട്ടുപൊക്കളുടെ അവറത്തുള്ളൂ. അപ്പൊ സാധാരണ വീട്ടിൽ നിന്ന് ധരിക്കുന്ന വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അവർക്ക് ഖുർആൻ ഓതാം. പക്ഷേ സുജൂദ് ചെയ്യണമെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് സുജൂദ് സുന്നത്ത് നിസ്കാരത്തിന്റെ വിധിയാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ട എല്ലാ ഷർത്തുകളും ഉണ്ടെങ്കിലേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ വുദൂ വേണം, അതുപോലെ തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാവണം, മുഖവും മുങ്കയും ഒഴിച്ചുള്ള ഔറത്ത് മുഴുവനായി മടക്കണം, ഖിബിലക്ക് മുന്നിടണം, ഒക്കെ ഉണ്ടല്ലോ. ഈ ഷർത്തുകളൊക്കെ ഈ തിലാവത്തിന്റെ സുജൂദിനും ബാധകമാണ്. അതേസമയത്ത് ഖുർആൻ ഓതാൻ അത് വേണ്ട, ഔറത്ത് മറച്ചാൽ മതി. ഔറത്ത് മറക്കുക എന്ന് പറയുമ്പോൾ അന്യരില്ലാത്തവർക്ക് സാധാരണ ധരിക്കുന്ന വസ്ത്രം ധരിച്ചാൽ തന്നെ ധാരാളമാണ്. അപ്പൊ ഖുർആൻ അങ്ങനെ ഓതാ. പക്ഷെ സുജൂദ് ചെയ്യണമെങ്കിൽ നിസ്കാരത്തിൽ എന്നതുപോലെ ഉള്ള ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിലേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. നമ്മൾ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇപ്പൊ പള്ളിയിലൊക്കെ പ്രവേശിച്ച തഹിയ്യത്ത് നിസ്കാരവും അതുപോലെ വുളൂഇന്റെ സുന്നത്ത് നിസ്കാരവും ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സുന്നത്തിന്റെ കൂടെ നിർവഹിക്കാമെന്നാണല്ലോ. ഉദാഹരണമായിട്ട് ളുഹറിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തിന്റെ കൂടെ തഹിയ്യത്ത് അതുപോലെ ഒരു നിസ്കാരം കൂടി കൂട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ പ്രത്യേക മഖ്സൂദല്ലാത്ത ഓരോന്നിന്റെയും ദാബിയായിട്ട് വരുന്ന നിസ്കാരങ്ങളാവുന്ന തഹിയ്യത്ത് അതുപോലെ വുളൂഇന്റെ സുന്നത്ത് തുടങ്ങിയ എത്ര നിസ്കാരങ്ങൾ വരെ ഒരു നിയ്യത്തിൽ ഒരു സുന്നത്തിന്റെ കൂടെ ഉൾപ്പെടുത്തി നിസ്കരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് അറിയാൻ താല്പര്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോ പ്രത്യേക മഖ്സൂദായ ഒരു സുന്നത്തിന്റെ കൂടെ പ്രത്യേക മഖ്സൂദല്ലാത്ത ഒന്നിലധികം സുന്നത്തുകൾ കരുതാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാല് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നു. വുദു എടുത്ത ഉടനെയാണ്, പള്ളി കയറിയ ഉടനെയാണ്, അതോടുകൂടി ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നും ഉണ്ട് എന്ന് വെച്ചോളി. അപ്പോ ളുഹറിന്റെ മുമ്പുള്ള റവാത്തിബിൽ നിന്നുള്ള 2 റക്അത്ത് വുദൂഇന്റെ സുന്നത്തും തഹിയ്യത്തിന്റെ സുന്നത്തും ഇഹ്റാമിന്റെ സുന്നത്തും കൂടി കരുതി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചു കൂട്ടിക്കോളി, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് പ്രത്യേകം മഖ്സൂദായ സുന്നത്ത് ഒന്ന് തന്നെ പറ്റുള്ളൂ, അതിന് വേറൊരു മഖ്സൂദായ മറ്റൊരു സുന്നത്തിനെ ഉൾപ്പെടുത്താൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം, സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെട്ടിരുന്നു, അത് ഖളാ വീട്ടാനും ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും കൂടി
അല്ലെങ്കിൽ ലുഹയിൽ നിന്നുള്ള 2 റക്അത്തും സുബീന്റെ 2 റക്അത്ത് സുന്നത്തും കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ പറ്റൂല. കാരണം അത് രണ്ടും സ്വന്തം ബിദ്അത്ത് മഖ്സൂദായ സുന്നത്തുകളാണ്. അല്ലാത്തത് ഒരു ബിദ്അത്ത് മഖ്സൂദായ സുന്നത്തിന്റെ കൂട്ടത്തിൽ ഒന്നിലധികം സുന്നത്തുകൾ കൂട്ടി കരുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പറ്റുന്ന എത്ര വേണമെങ്കിലും കരുതാം. പ്രത്യേകം നിയ്യത്ത് ചെയ്ത് അതിന്റെ ഒക്കെ കൂലി കിട്ടും. ഇല്ലെങ്കിൽ തന്നെയും അതിന്റെ ത്വലബ് വീടുകയും ചെയ്യും. ആളുകളൊക്കെ വരി അത് നിർത്താനാവുമ്പോഴാ പറഞ്ഞിട്ട് കാര്യമില്ല. മിഞ്ഞാന്ന് തന്നെ ഇതുണ്ടല്ലോ, ആ ലൈവുകാര് വന്നിട്ട് ഇങ്ങോട്ട് എടങ്ങാറാക്കിയിട്ട് അവസാനം കീശയിൽ ടെസ്റ്റ് അടിച്ചു. ഇനി തൽക്കാലം ചോദ്യോത്തരം നിർത്തുക, ലൈവുകാരുണ്ട്. അപ്പൊ അതിനൊന്നും ഇനി ഇട വരുത്തണ്ട. 2:30 എന്ന് പറഞ്ഞാൽ 2:30ക്ക് നിർത്തുക. അത് ഇനി പണിയുള്ളൂ. നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ പിന്നത്തെ പാവം പോലെയൊക്കെ ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 2:30 ആയതുകൊണ്ട് തന്നെയല്ല, ഒരാൾ കുറെ നേരത്തെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണം. അയാൾ നമ്മളെ എപ്പോഴും ഇതിൽ വരുന്ന ആളല്ല. ഞാൻ ക്ലാസ് കഴിയട്ടെ എന്ന് പറഞ്ഞ അയാളെ നിർത്തി വെച്ചേക്കുക. അപ്പൊ തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അള്ളാ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചതിന് ശേഷം നോമ്പറ കഴിഞ്ഞിട്ട് മദീന പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യാത്രകളൊക്കെ റാഹത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നാട്ടിൽ പോവുകയാണല്ലോ. ഓടതിന് മുമ്പ് ബദറിലും മുഹദിലും ഒക്കെ ഒന്ന് പോയി യാത്ര പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് ഒരു സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകണമെന്നുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല നിലക്ക് നാട്ടിലേക്കുള്ള യാത്രയും തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ റാഹത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എന്റെ ദുആകളിൽ സുഹൃത്തുക്കളെല്ലാവരെയും ഞാൻ ഓർക്കും. നിങ്ങൾ ദുആ കബൂലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് ഉണർത്തി ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്തുകയാണ്. കുറെ ആളുകൾ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി ചെറുപ്പുസ്താദ് ഉണ്ട്, ചെറുപ്പുസ്താദ് നിങ്ങളൊന്നാണ് മൈക്കെടുത്താൽ കുറച്ചു നേരം ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഏതായാലും തൽക്കാലം നിർത്തുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.